Hello guys. Welcome back to our channel Crazy Girls. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാ നമ്മൾ എറണാകുളത്ത് കൊച്ചി പോവാന്ന് പറ. കൊച്ചി എന്തിനാ പോന്നെ? ലുലുമാളി. എപ്പോഴും നമ്മൾ എവിടെയാ പോന്നെ? കോട്ടയം ലുലുമാളിലല്ലേ പോന്നെ. ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് എറണാകുളം ലുലുമാളി പോകുമ്പോ അല്ലേ? അയാനെ എന്തുണ്ട്? സുഖം. പോണ്ടേ? എന്താ പറയുന്ന? ഡ്രൈവിങ് എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടാ, നിങ്ങളെന്താ വീഡിയോയിലൊന്നും വരാത്തത്? കേക്കുന്നുണ്ടാ? ഞാനും അയാനും മാത്രമേ എപ്പോഴും ഉള്ളെന്ന് എല്ലാരും പറയുന്നത്. ഫോണിൽ ചാർജ് വരുമ്പോഴില്ല ഇങ്ങനെ വരും. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എത്ര മണിയായി? 12:45 കഴിഞ്ഞു. 12:53 നമ്മളിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ വേറെ സ്ഥലത്ത്. നിങ്ങൾക്ക് എവിടെ പോകാനുണ്ടല്ലേ? അയ്യേ, എന്ത് സാധനങ്ങളെ. അങ്ങനെ ഞങ്ങൾ കോട്ടയം എറണാകുളത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളവിടെയല്ലേ എപ്പോഴും പോകുന്നത്. പിന്നെ നമ്മള് ജനിച്ചു വളർന്ന സ്ഥലം മറക്കാൻ പറ്റുമോ? ഞാൻ കോട്ടയം ജില്ലക്കാരിയല്ലേ. ഇനിയിപ്പോ എത്ര നേരം എടുക്കുമായിരിക്കും അല്ലേ? ബ്ലോക്ക് ഒക്കെ താണ്ടി എന്തായാലും എടുക്കും. അയാൻ ഇറങ്ങിയോ? എന്താ മിണ്ടാത്തെ? പാട്ടിടാനായിരിക്കും. ഹലോ ഗൈസ്, അയ്മയുടെ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ബ്ലാക്ക് ആണ്. അപ്പൊ ഞാനില്ലേ ഇത് പിടിച്ചോണ്ടിരുന്നോട്ടെ പ്ലീസ്. ലുക്ക് ചോദിക്കും. നീ അല്ലേ എപ്പോഴും ലുക്കൊക്കെ ചോദിക്കുന്നത്? Look at my look. നേരെ ജീൻസും ഇങ്ങനത്തെ ഇടും. അപ്പൊ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ലുലുമാളിലേക്ക്. കഴിക്കണ്ടേ? നമുക്കിനി പോന്ന വഴി കഴിക്കാം അല്ലേ? ഇപ്പൊ ദോശ കഴിച്ചല്ലോ. ഞാനൊന്നും പിന്നെ ഉച്ചക്കത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാം. നമുക്ക് സ്കിപ്പ് ചെയ്തേക്കാം. എത്ര നേരത്തെ ഇറങ്ങിയിട്ടേ ഉള്ളു കേട്ടോ. അതെ, ചേർത്തലത്ത് എത്തിക്കുമോ എന്നുള്ളത് തന്നെ എനിക്ക് സംശയം. അപ്പൊ ഗൈസ്, ഞങ്ങൾ പോട്ടെ. നമ്മളിനി അടുത്ത സ്റ്റോപ്പിലെത്തുമ്പോൾ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം. ഞങ്ങളുടെ എറണാകുളം ജേർണി സ്റ്റാർട്ട്സ് നൗ. ഒന്നും പറയാനില്ല, നമ്മൾ പോവല്ലേ. എന്ത് പറയാനാ? നമുക്കിനി പോകുന്ന വഴിയിലൂടെയുള്ള കാര്യങ്ങൾ കാണാം. വൈകിട്ട് തിരിച്ചെത്തുന്ന വരെയുള്ള കാര്യങ്ങൾ കാണാം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. Let's start the video.
ഗൈസ് ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് കേറുവാണ്. വിശപ്പില്ലെന്ന് പറഞ്ഞവരൊക്കെ വിശപ്പുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോകുന്നത് എവിടെയാ? പറ, കഴിക്കാൻ പോകുന്നത് എവിടെയാ? മതിച്ചേട്ടന്റെ കടയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ചേർത്തല്ല മതിച്ചേട്ടന്റെ കടയിലേക്കാണ് കഴിക്കാനായിട്ട് പോകുന്നത്. സെറ്റല്ലേ? ചോറ് നല്ല ചോറും മോരും മീൻകറിയും പാൽക്കപ്പയും. എന്റെ പൊന്നെ, അങ്ങനെ നമ്മൾ മതിച്ചേട്ടന്റെ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വഴി ഇത് കറക്റ്റ് ആണല്ലോ അല്ലേ? ഞങ്ങൾ വന്നിട്ടുള്ളേ നമ്മളെല്ലാരോടും ഒന്ന് ചോദിച്ചിട്ടില്ലേ ഒരു പ്രാവശ്യം? അതൊന്നുമല്ല, മധു വേണോന്ന് പോയത് ഇവിടെ. അപ്പൊ ദാ മധുചേട്ടന്റെ കടയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ്. നല്ല തിരക്കാണോ? അയ്യോടാ, അന്നെ മുട്ടുവോ? അടിപൊളി തിരക്കാണ് ഗൈസ്, അടിപൊളി തിരക്ക്. ഫുഡ് കിട്ടുമോ എന്നുള്ള കാര്യം ഡൗട്ട്. ഫുഡ് കിട്ടും, വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? കൊച്ചിനെ ഇറക്കാതെയാണ് നടക്കുന്നത്. അയൻ ഫോൺ മേടിക്കും. നല്ല തിരക്കാൻ തോന്നുന്നു കേട്ടോ. എവിടെ ഇരിക്കും? ഒരു സ്കിട്ട് മതി. കാളാഞ്ചിക്കറിയാണ്. കളഞ്ചി, ആവോലി, നെയ്മി. ആണോ? തിരക്കുണ്ട് അല്ലേ? എന്ത് തിരക്കാണെന്നെങ്കിൽ നല്ല തിരക്കാട്ടോ. AC അവിടെ ഊണെന്നൊക്കെ പറഞ്ഞാൽ മധുച്ചേട്ടൻ്റെ കടയിലെ ഊണാണ് കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? നല്ല അടിപൊളി മോരുകറിയും പച്ചക്കറികളും എല്ലാം കൂട്ടി നല്ല അടിപൊളി ഊണ് കഴിച്ചു കേട്ടോ. നമ്മളപ്പോൾ സ്കിഡും ചെമ്മീനും നല്ല പൊടിമീനും ഒക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ച് ലാസ്റ്റ് ആ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ ഹാപ്പിയായി കേട്ടോ. ഒരിക്കൽ പോലും മധുച്ചേട്ടൻ്റെ കടയിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അവിടുത്തെ ഓരോ കറികൾക്കും നല്ല വ്യത്യസ്തമായ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും പറ്റുന്നവരൊക്കെ വന്ന് കഴിക്കുക കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ ലൈവായിട്ടാണ് കേട്ടോ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് തരുന്നത്. നമുക്ക് ഏത് ഫിഷാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അവർ ഫ്രൈ ചെയ്ത് അപ്പം തരുവാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരാണ് വരുന്നത്. ലൊക്കേഷൻ ചേർത്തലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് ഊണൊക്കെ കഴിച്ച് ഓരോ ഐസ്ക്രീമും ഒക്കെ കഴിച്ച് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തു. ബില്ലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് കേട്ടോ. എമൗണ്ട്
എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല. എന്നാലും അത്യാവശ്യം റേറ്റ് ഉണ്ട് ഫുഡിന്. എന്നാലും നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെ എന്തായാലും ഭക്ഷണം കഴിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് നീങ്ങുവാണ് കേട്ടോ. കാരണം നമുക്കിനിയിപ്പോൾ സമയമില്ല, പെട്ടെന്ന് എറണാകുളം എത്തണം. എറണാകുളം എത്താൻ എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 4 മണിയൊക്കെ ആവും തോന്നുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. വണ്ടിയിലോട്ട് കയറാൻ വന്ന സമയത്തെ അടിപൊളി ഒരു കാഴ്ച കണ്ടു കേട്ടോ. ഈ ഒരു പട്ടിക്കുട്ടിയെ കണ്ടോ? പട്ടിക്കുട്ടി എന്നൊക്കെ വിളിക്കാവോ എന്ന് എനിക്കറിയത്തില്ല. എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയാൽ മുടിയൊക്കെ കെട്ടിവെച്ച്. ഇത് കണ്ടപ്പോൾ മുതൽ ഐമാക്കാണെ ഭയങ്കര സന്തോഷം കേട്ടോ. അന്നേരം മുതൽ അവൾ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. അതിനെ ഒന്ന് പുറത്തോട്ട് ഇറക്കി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ നല്ല ഗ്ലാസ് ഒക്കെ തുറന്നിട്ടൊക്കെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ അവൾക്ക്. സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല പേടിയാണ്. കൂട്ടത്തിൽ അത് കാണുമ്പോൾ ഉള്ള ഒരു ത്രില്ലുണ്ടല്ലോ, അതുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ നിന്ന് അവരോട് യാത്ര പറഞ്ഞിറങ്ങി കേട്ടോ. ഒരു നല്ല പേര് പറഞ്ഞായിരുന്നു ആ പട്ടിക്കുട്ടിയുടെ, എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല. ചേർത്തലയിൽ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞിട്ട് ഈ നേരം വരെയും രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്ലേ ഏരിയയിൽ പോയി കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ എന്തായാലും നമ്മളിതാ എറണാകുളം എത്തിയിട്ടുണ്ട്. ലുലു മാളിലോട്ട് എത്തി കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നാറുള്ളത് പാർക്കിംഗ് സെക്ഷനിലാണ് കേട്ടോ. അവിടെ വന്നാൽ നമ്മൾ എങ്ങോട്ടാണ് പാർക്ക് ചെയ്തിട്ട് പോകേണ്ടതെന്നൊക്കെ നമുക്ക് വലിയ ധാരണ കിട്ടത്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കാറ് ഇട്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് അങ്ങനെ പയ്യെ നടന്നതാ എന്തായാലും ലുലുവിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ യാത്രയുടെ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മക്കളെ രണ്ടുപേരെയും കുറച്ച് സമയം ഫണ്ടൂറായിൽ കയറ്റിവിട്ട് കളിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. സാധാരണ നമ്മൾ ലുലു മാളിൽ പോയാലും സാധനങ്ങൾ വാങ്ങാനാണ് പോകാറുള്ളത്. ഇന്നത്തെ ഉദ്ദേശം അതൊന്നുമല്ല, അവരെ കളിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഇന്നത്തെ ഉദ്ദേശം. എപ്പോഴത്തെയും പോലെ തന്നെ എസ്കലേറ്ററിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ എന്തോ ഒരു ധൈര്യം പിടിച്ച് ഞാനപ്പോൾ അങ്ങനെ കയറി പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഉമ്മച്ചി ഇതിൽ കയറി പഠിക്കണം എന്ന്. കാരണം എവിടെ പോയാലും എപ്പോഴും ഞാൻ ലിഫ്റ്റ് തിരക്കി ഇങ്ങനെ നടക്കലാണ് കേട്ടോ പതിവ്. അപ്പം ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഇതിൽ കയറി പഠിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ആദ്യത്തെ കടമ്പ കടന്നു കേട്ടോ. സ്ഥലത്തെത്തിയപ്പം വീണ്ടും കുറച്ചും കൂടെ ധൈര്യം എനിക്ക് കിട്ടി കേട്ടോ. അങ്ങനെ ചുരുക്കി പറയുവാണെങ്കിൽ ഇറങ്ങുന്നതിനുള്ളിൽ ഒരു 10 വട്ടമെങ്കിലും കയറി ഇറങ്ങി ഇത് പഠിക്കണമെന്നാണ് ഞാൻ ഇന്ന് തീരുമാനിച്ചേക്കുന്നത് കേട്ടോ. അപ്പം മക്കളെ ഫണ്ടൂറായി കയറ്റുന്നത് കൂടാതെ ഇതും പഠിക്കണം എന്ന് എനിക്കിന്ന് വലിയ ആഗ്രഹത്തോടു കൂടിയാണ് കേട്ടോ കയറിയത്. അങ്ങനെ എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം കയറിയപ്പോൾ ഞാൻ ഓക്കെ ആയി. ഒരുവിധം ഒക്കെ പെട്ടെന്ന് കയറാൻ പഠിച്ചു. കൺഫ്യൂഷനാണ് സംഭവിച്ചേക്കുന്നത് കേട്ടോ. ഫണ്ടൂറായിൽ കയറി അയാന് കളിക്കേണ്ടത് വേറെ റൈഡ്സിലും ഐമാക്ക് സോഫ്റ്റ് പ്ലേയിലും. കൂട്ടത്തിൽ അയാൻ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ ആരും അറിയാതെ നൈസായിട്ടങ്ങ് എണീറ്റ് പോയി. ഐമാക്കാണെങ്കിൽ സോഫ്റ്റ് പ്ലേയിലാണ് കയറേണ്ടത്, അയാനാണെങ്കിലോ ഗെയിംസിലൊക്കെയാണ് പോകേണ്ടത്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഫൈനലി അവനെ കൺവിൻസ് ചെയ്ത് എന്തായാലും സോഫ്റ്റ് പ്ലേയിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ചെന്നാലും അവിടെ നിന്ന് കാർഡ് റീചാർജ് ചെയ്ത് വെക്കും കേട്ടോ. കാരണം നമ്മളിങ്ങനെ ലുലുവിൽ പല സ്ഥലങ്ങളിലായിട്ട് ട്രിവാൻഡ്രത്ത് പോവും, കോട്ടയത്ത് പോവും, എറണാകുളത്ത് പോവും. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു ഓഫർ പാക്കേജൊക്കെ എടുത്തങ്ങ് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ പാക്കേജൊക്കെ എടുത്തു ചെയ്തു. അങ്ങനെ മക്കളെ കൊണ്ട് സോഫ്റ്റ് പ്ലേയിൽ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ പയ്യെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറുതെ അത്ര സമയം അവിടെ വായി നോക്കി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ, വീട്ടിലേക്കുള്ളതല്ല മക്കൾക്ക് തന്നെ ആവശ്യമായിട്ടുള്ള 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ ആ സമയത്ത്. അല്ലെങ്കിൽ പിന്നെ
ഒരുപാട് സമയം താമസിച്ചു പോലും. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ല് പേ ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് ഇതാ ഇത് കണ്ടോ, എന്ത് രസകരമായിട്ടല്ലേ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്, എന്തെല്ലാം ടൈപ്പ് ട്രീകളാണെന്ന് നോക്കി. ക്രിസ്മസ് പ്രമാണിച്ച് അതിൻ്റെതായ ഒരു സെക്ഷൻ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ യാത്ര പോയതെന്ന് പറഞ്ഞാൽ ഡിസംബർ ആദ്യമാണ് കേട്ടോ. ആ സമയത്ത് തന്നെ ഇവിടെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് അവർ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അങ്ങനെ ട്രീയും കാര്യങ്ങളും ഒന്നും ഇടാത്തത് കൊണ്ട് ഞങ്ങൾ അത്ര വലുതായിട്ടൊന്നും നോക്കാൻ നിന്നില്ല. ജസ്റ്റ് പുറമേ നിന്നിങ്ങനെ ഒന്ന് വീഡിയോസൊക്കെ എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നല്ല ഗംഭീരമായിട്ട് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രീ തന്നെ എന്തെല്ലാം തരത്തിലെ ട്രീസ് ആണെന്ന് നോക്കി, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ മക്കളെ പോയി വിളിച്ചു. സോഫ്റ്റ് പ്ലേ ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇത്ര സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരെ കയറ്റിവിട്ടത് 2 മണിക്കൂർ സമയത്തേക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഓടി വന്ന് വിളിച്ചു. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി അയാനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് എന്തെങ്കിലും ഒരു റൈഡിൽ കയറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫണ്ടൂറായിലോട്ട് പോയി. അവന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു റൈഡിൽ കയറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു കാറിൽ അവനെ കയറ്റി. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലുലുവിൽ പോയാൽ ഒരു ദിവസം ഫുൾ എന്തായാലും വേണം കേട്ടോ. ഇതേപോലെ ഉച്ച കഴിഞ്ഞിട്ടൊന്നും ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല, നമുക്ക് ഒന്നും നടക്കത്തില്ല. അങ്ങനെ എന്തായാലും പിന്നെ ഫുട്ബോൾ വാങ്ങിയായിരുന്നു അയാൻ. അതുകൊണ്ട് ആ ഒരു സമാധാനത്തിൽ കുറച്ചൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റി. അങ്ങനെ എന്തായാലും പരിപാടിയെല്ലാം കഴിഞ്ഞു. അവനെ റൈഡിലൊക്കെ കയറ്റി ഞങ്ങളിതാ ഇനി പോകാം എന്നുള്ള പ്ലാൻ ഇടുകയാണ്. അപ്പോൾ പറഞ്ഞാൽ പിന്നെ ഫുഡും ഇവിടെ നിന്ന് തന്നെ അങ്ങ് കഴിച്ചിട്ട് പോകാമെന്നൊരു പ്ലാൻ ഇട്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ. ഫുഡ് കോർട്ടിൽ പോയപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു തലപ്പാക്കെട്ട് ബിരിയാണി കഴിക്കണമെന്ന്. ഞാൻ ഭയങ്കര തലപ്പാക്കെട്ട് ബിരിയാണി ഫാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ മിക്കവാറും അവിടെ പോയി ഫുഡ് കഴിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ടെന്നാൽ പിന്നെ തലപ്പാക്കെട്ട് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കോർട്ടിൽ പോയി തലപ്പാക്കെട്ട് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടല്ലോ, അങ്ങനെ കാത്തിരിക്കുവാണ് ഞങ്ങൾ. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഒരു 3/4 ഭാഗം ഉറക്കത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കുറേ നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ ബിരിയാണി കിട്ടാൻ വേണ്ടി. ബിരിയാണി അങ്ങനെ വന്നു കേട്ടോ. ബിരിയാണി കിട്ടിയ സന്തോഷത്തിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ അത് തന്നെയല്ല, ഇനിയിപ്പോൾ ഉള്ള എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മന്ദം പിടിച്ച അവസ്ഥയായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. പിന്നെ എന്തോ എൻ്റെ മനസ്സിലത് അപ്ലോഡ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനിതങ്ങ് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടം വരെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ എടുത്തത് ഇതൊക്കെ അയാനെടുത്ത വീഡിയോകളാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ബിരിയാണിയൊക്കെ വയറ് നിറച്ച് കഴിച്ച് ഒന്നും കൂടെ മന്ദം പിടിച്ച് ഞങ്ങളിതാ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം യാത്ര ആരംഭിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും നമ്മൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചു കേട്ടോ. അപ്പം ലുലു മാളിൽ നിന്ന് ഇറങ്ങുവാണ്. ലുലു മാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇനി എന്തായാലും ഒരു 3 മണിക്കൂറെങ്കിലും വീട്ടിലെത്താനുണ്ട്. ഈ ഒരു സമയമായപ്പോഴത്തേക്കിനും ഞാൻ ആകെപ്പാടെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദനയും ഉറക്കക്ഷീണവും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ വീട്ടിലെത്തുന്ന വീഡിയോ ഒന്നും ഇല്ല, ഇനി യാത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ ട്രാവൽ വീഡിയോസും അതുപോലെ തന്നെ ഫുഡ് വ്ളോഗ്സും അതുപോലെ പല ടൈപ്പ് വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ രാത്രിയിൽ യാത്രയില്ല. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.